ഇതാര്? മാധവിയുടെ വീടൊന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. കാണാൻ തക്കവണ്ണുള്ള വീടൊന്നും ഇല്ല ഞങ്ങൾ. എന്നാൽ വീട്ടിലുള്ളവരെ കാണാനെന്ന് വെച്ചോളൂ. അച്ഛൻ ഇവിടെ ഇല്ലേ? അച്ഛൻ അകലെ ഒരിടത്ത് ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. മഴ തുള്ളിയിരുന്നല്ലോ, അകത്തോട്ട് കയറി ഇരുന്നാട്ടെ. ഓ സാരമില്ല, മഴ വരുന്നതിന് മുമ്പ് ഞാൻ പോട്ടെ മാധവി. ഇനി ഒരു ദിവസം അച്ഛനുള്ളപ്പോ വരാം. ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ അല്പം ഒന്ന് കയറി ഇരുന്നു വെച്ച് മാനം ഒന്ന് ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല. ഞാൻ തോറ്റു. ശരി, നടക്കും. പാവപ്പെട്ടവരുടെ വീട്ടിൽ കുറെ നേരം ഇരുന്നല്ലോ, ഇനി ഞാൻ പോട്ടെ. എങ്ങോട്ട് പോകാനാ? ഈ കാറ്റത്തും മഴയത്തും പുഴ നീന്തി കിടക്കേണ്ടി വരും. അതെന്താ? അക്കരെ പോകാൻ ഈ നാട്ടിൽ വേറെ വഞ്ചിയൊന്നും കിട്ടില്ലേ? ഓ, വഞ്ചിയൊക്കെ ഒരുപാട് കിട്ടും. പക്ഷേ ഇടവപ്പാതി സമയത്ത് വേമ്പനാട് കായൽ കൂടി വഞ്ചി വലിക്കാൻ ഒരു മനുഷ്യ ജീവിയും കിട്ടില്ല. അയ്യോ മാധവി, എനിക്ക് പോകും. എങ്ങനെ പോകും? ഈ മഴയും കാറ്റും നിൽക്കാതെ ഒരു കുഞ്ഞു വഞ്ചി വിടില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാനങ്ങ് പോകും. നാളെ കാണാം. അയ്യോ, ഇതെന്താണ്? കുട്ടിക്കളിയാണ്. മരിക്കാൻ ആശയുണ്ടെങ്കിൽ അതിങ്ങനെ വേണം. മഴയും കാറ്റും മാറാതെ ഞാനിവിടെ നയിക്കില്ല. അവിടെ പോയിരിക്കും. ഇത് ശരിയല്ല മാധവി. ഏത് ശരിയല്ല? നിനക്ക് മനസ്സിലാവില്ല. ഈ രാത്രി ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല മാധവി. കാറ്റിലും കോളിലും വഞ്ചി കിട്ടാതെ ഒരിടത്ത് കയറിയിരിക്കുന്നത് എന്താണ് തെറ്റ്? പാവം, നിനക്ക് ലോകം എന്തെന്ന് അറിഞ്ഞുകൂടാ മാധവി. അതൊക്കെ പോട്ടെ. ഊണ് കാലായി. ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കുന്നു. ചോറിന്റെ കാര്യത്തിലുണ്ടോ ഈ വർഗസമരം? മാധവിയുടെ കൈകൊണ്ട് ഒരുപിടി ചോറുണ്ണാൻ ഞാൻ എത്ര നാൾ കൊണ്ട് കൊതിക്കുകയാണ്. എന്നാ സമാധാനമായിരിക്കും. ഞാൻ അടുക്കളയ്ക്ക് പോട്ടെ. ഊണ് വളരെ മോശമായിരിക്കും. മോശം, വളരെ മോശം. 2 പ്രാവശ്യം ചോറ് വാങ്ങിക്കഴിഞ്ഞു. വളരെ മോശം. മാധവി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. ഞാൻ പോവുകയായിരുന്നു നല്ലത്. മാധവി, എന്താ മാധവി? എന്തു പറ്റി? പോകുന്നെനിക്കറിയാം. നിങ്ങളൊക്കെ വലിയ ആള്. വരും, പോകും. ഞാൻ മാത്രം. എന്നെപ്പറ്റി എങ്ങനെയാണോ മനസ്സിലാക്കിയത്? ഇല്ല മാധവി, ഒരിക്കലുമില്ല. ഞാൻ എവിടെ പോയാലും എത്ര കാലം ചെന്നാലും നിന്റെ അടുത്ത് തിരിച്ചു വരും. എനിക്ക് നിന്നെ മറക്കാൻ സാധ്യമല്ല മാധവി. ഈ ജന്മത്തെ സാധ്യമല്ല. കരയാതിരിക്കും, കരയാതിരിക്കും, കരയാതിരിക്കും. എന്നിട്ടും വിശ്വാസമില്ല അല്ലേ? മാധവി, ഇനിയും നിനക്കെന്നെ വിശ്വാസമായില്ലേ? നാം ഇപ്പോൾ ചെയ്ത ഈ കർമ്മത്തിന്റെ അർത്ഥം എന്താണെന്നറിയാം? നാട്ടുപ്രമാണികളില്ലാതെ, കൊട്ടും വാദ്യവുമില്ലാതെ പരിപാവനമായ ഈ ക്ഷേത്രസന്നിധിയിൽ വെച്ച് നിന്നെ
ഞാൻ എന്റെ ഹൃദയശ്വരിയാക്കിയിരിക്കുകയാണ്. ഇതാ നോക്കൂ, ഈ മോതിരം എന്റെ ഭാവി വധുവിന്റെ മോതിരവിരലിൽ അണിയിക്കാനായി എന്റെ പ്രിയപ്പെട്ട അമ്മ മരണസമയത്ത് എന്നെ ഏൽപ്പിച്ചതാ. ഇതും ഞാൻ ആ വിരലിൽ അണിയിക്കട്ടെ. മാധവൻ, നാം ഒരു പ്രധാന തീരുമാനം കൂടി എടുക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, തൽക്കാലം ഈ വിവാഹബന്ധത്തിന്റെ കാര്യം പരമരഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനാണ്. കാര്യമെല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാം. എന്റെ അച്ഛൻ ഒരു ഹൃദയരോഗിയാണ്. എന്റെ വിവാഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചില അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വിപരീതമായി പ്രവർത്തിച്ചാൽ ആ നിമിഷത്തിൽ തന്നെ ആ ക്ഷോഭം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവഹാനി തന്നെ സംഭവിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് മാധവി, നമ്മുടെ ഈ വിവാഹബന്ധം കുറച്ചു കാലത്തേക്ക് മാത്രം രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. ഈ ദിവ്യസന്നിധിയിൽ വെച്ച് നീ എനിക്കതിന് വാക്ക് തരണം. ഞാൻ വാക്ക് തരുന്നു. അതാ, കാറ്റും മഴയും അവസാനിച്ചു. എന്റെ ഹൃദയവും കാറും കോളും ഒഴിഞ്ഞ് ശാന്തമായി. ഇനി ഞാൻ മാധവിയെ വീട്ടിൽ കൊണ്ടുവിടാം. വരൂ. വരൂ. വല്ലാതെ ഉറങ്ങിപ്പോയി. ഇതെന്താ മാധവി? ഇരിക്കൂ. കാണാൻ പാടില്ല. മുല്ലപ്പൂ. എനിക്ക് 2 മുല്ലപ്പൂ തരൂ, കൊണ്ടുപോകാൻ, നിന്റെ ഓർമ്മയ്ക്ക്. കൊണ്ടുപോകാൻ ഇത് മതി. ഇതെന്താണ്? ഇതാണ് വാടാമല്ലി. എന്റെ ഓർമ്മയ്ക്ക് ഇത് മതി. ഇതിന് ഗുണവുമില്ല, മണവുമില്ല. വെറും കാട്ടുപൂ. പക്ഷേ വാടില്ല. വാടില്ല. നേരം വളരെയായി. മതി, ഞാൻ വരട്ടെ. മാധവി, നീന്ന് വരില്ലേ? അച്ഛൻ വന്നാൽ ഉടൻ തന്നെ ഞാൻ കിടത്തിടവിലേക്ക് പോകും. വൈകിട്ട് അങ്ങോട്ട് വരാം. പതിവ് സ്ഥലത്ത് ഞാൻ കാത്തു നിൽക്കും. വരണേ. ഏയ് തങ്കമേശ്വരിയ, വരണം. രാവിലത്തെ ടിഫിൻ കുറച്ച് ഉപ്പാവ് കയ്യിലുണ്ടായിരുന്നു. ദിടീർന്ന് ഇറങ്ങിയപ്പോൾ അത് വെള്ളത്തിൽ വീണുപോയി. അത് എടുക്കാമെന്ന് ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധ്യമല്ല, ഞണ്ടുകൾ ധാരാളം ഉണ്ട്. ഓ, ഇങ്ങനത്തെ ഒരു ആഹാരപ്രിയനുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഞാൻ വേറെ വാങ്ങിത്തരാം. വരണം. സോറി സാർ, ഇറ്റ് ഈസ് ആൾറെഡി ലാസ്റ്റ്. നോക്കി നിന്നുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഞണ്ടുകൾ വന്ന് തിന്നു തുടങ്ങിയിരിക്കുന്നു. അച്ഛനെന്താ ഇത്ര പെട്ടെന്ന്? ചന്ദ്ര, ഗെറ്റ് റെഡി. ഇപ്പോൾ തന്നെ പുറപ്പെടണം. ഇന്നലെ മിസ്റ്റർ വില്യംസിന്റെ കമ്പി വന്നിരുന്നു.
നിനക്ക് ഇന്നത്തെമ്പിൾ തന്നെ അഡ്മിഷൻ കിട്ടിയെന്നും അടുത്ത ആഴ്ച നീ ലണ്ടനിൽ എത്തണമെന്നുമാണ് കമ്പി. ഇന്നത്തെ പ്ലെയിനിന് തന്നെ ബോംബെക്ക് എത്തണം, എന്നാലേ ഇതൊക്കെ ഒക്കൂ. നിനക്കെന്താണ് ഒരു ഉത്സാഹമില്ലായ്മ? അറിയാം. നമുക്ക് ഉടനെ പുറപ്പെടുന്നു. നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നത്. എന്താ പറയുന്നത്? പെട്ടെന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്യണം. ഞാൻ ഉടനെ തന്നെ പുറപ്പെടണം. വരും.